ഇന്നിപ്പോ വിപുലമായ പരിപാടികളാണ്. അമ്മയുടെ വക ആണോ പരിപാടികളൊക്കെ തന്നേക്കണേ? പരിപാടി അമ്മയുടെ വകയാണ്. ഞാൻ എന്നെ കണ്ടാണ് ദിനകരൻ ചേട്ടൻ നടക്കാൻ പഠിച്ചത്. ഉച്ചത്തേക്കേ ചാറൊന്നുമില്ല ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു അറിയാതെ എങ്ങാ മുഖത്ത് എവിടെയെങ്കിലും തൂത്താ പിന്നെ ജന്മം പോയി കിട്ടും. ഇച്ചിരി മോഷ്ടിക്കാന്ന് വിചാരിച്ചത്. ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നാവിലെ രുചി മുകളങ്ങൾ ഉണർത്താൻ പറ്റുന്ന കിടില സാന. ഇന്ന് അപ്പ എവിടേക്കാ പോണേ? ഇന്നിപ്പോ വിപുലമായ പരിപാടികളാണ്. അമ്മയുടെ വക ആണോ പരിപാടികളൊക്കെ തന്നേക്കണേ? പരിപാടി അമ്മയുടെ വകയാണ്. അമ്മക്ക് ബ്ലൗസോ ബ്ലൗസല്ല നൈറ്റി തയ്ച്ചത് മേടിക്കണം. പിന്നെ മീന്, പച്ചക്കറികള്, ഇച്ചക്കറികള്. മീൻ ഏത് മീനാ മേടിക്കാൻ പോണേന്ന്? മീൻ ഉണ്ടെങ്കിൽ അതാണ് അമ്മക്ക് പ്രയോറിറ്റി. അമ്മക്ക് അതങ്ങനെ വറുത്തങ്ങനെ പക്ഷെ അത് കേട്ടിട്ട് അമ്മക്ക് പക്ഷെ പിന്നെ നിന്റെ കണ്ണാടി വലിച്ചു കുളിച്ച് കളഞ്ഞ് ഒടിഞ്ഞു പോയി കാല്. പിന്നെ വീട്ടിൽ കയറണം. പിന്നെ അമ്മക്ക് പച്ചക്കറി കിച്ചക്കറി സാധനങ്ങളൊക്കെ. അപ്പൊ ഇന്ന് ഒരുപാട് ടാസ്കുകളുണ്ട്. അയ്യോ, ഇന്ന് മേടിക്കല് മാത്രല്ല ഉള്ളത്. പുസ്തകം തന്നെ തകഞ്ഞില്ല എഴുതാൻ. അടുക്കളയിലൊന്നും തുടങ്ങിയിട്ടില്ല. അമ്മ എന്താ നോക്കണേ? എന്താ അമ്മ എന്നാ ഇവിടെ ഇരിക്കണേ? എനിക്ക് ഇരിക്കാനും നിവൃത്തിയില്ലേ. ഞാനൊരിത് നോക്കിയത് നോക്കട്ടെ പോരാ. സ്വാതിയുടെ കൊച്ചിന്റെ ഫോട്ടോ അത് കണ്ടൊന്ന് നോക്കിയതാ ഞാൻ. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. നാച്ചുറൽ അല്ലേ? അതെ അതെ, ഇന്നസെൻസ് ആണ്. അതെ 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 അതെ, നല്ല കുട്ടിയാ. അപ്പ ഇപ്പൊ ഇതുവഴി വരും. അപ്പ ഇന്ന് വെയിലും കൊണ്ടായിരിക്കുമല്ലോ വരണേ. എന്നാ അപ്പക്ക് ഈ വഴി പോവായിരുന്നു. അവിടെ വെയിലല്ലേ. അപ്പ ഇപ്പൊ തിലകൻ ചേട്ടന്റെ നടത്തം. ഞാൻ എന്നെ കണ്ടാണ് ദിനകരൻ ചേട്ടൻ നടക്കാൻ പഠിച്ചത്. ഇന്ന് അപ്പൊ വളരെ സ്ലോയിലൊക്കെയാ നടക്കണേ. ഈ ഇടികല്ല് കൽച്ചട്ടിയുടെ ടൈപ്പ് കല്ലാണോ? സോഫ്റ്റ് സ്റ്റോൺ അല്ലേ? അതായിരിക്കും, കല്ലാണ് ഏതായാലും. ഇതില് ഞാൻ ഉലർത്താനെടുത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, വേറെ ഒന്നും അല്ല. ഞാൻ എല്ലാ ഉപയോഗം കഴിയുമ്പോ അതാത് ദിവസം ഇത് കഴുകി വൃത്തിയാക്കി വെക്കാറുണ്ട്. ഇതിപ്പോ രാവിലെ ചതച്ചതിന്റെ ഉള്ളി ഇരിക്കണതാട്ടോ. അത് കഴുകണില്ല, കാരണം ഉള്ളി പച്ചമുളക് വീണ്ടും ചതയ്ക്കാനുള്ള. ഉച്ചത്തേക്കേ ഉലർത്തുകറിയും ഇച്ചിരി ഫിഷിന്റെ ഇരിപ്പുണ്ട്, ചാറൊന്നുമില്ല ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു ഒരു തൊടുകറി പോലെ ചാറുണ്ടാക്കാം. ഈ റെസിപ്പി ഇല്ലേ, ഈ രീതിയില് നമുക്ക് പറഞ്ഞു തന്നേക്കണ ആരാന്നറിയാവോ? നമ്മുടെ മരിച്ചുപോയ തറവാട്ടിലെ ബേബിച്ചാച്ചൻ ഇപ്പോഴും എന്നോട് റെഡി ഇങ്ങനെ. ഇത് ബേബിച്ചാച്ചൻ പറയണ കാന്താരിമുളകാ, പച്ചമുളകിന് പകരം. എടി കാന്താരിമുളകും ചുവന്നുള്ളിയും കൂടെ ഇങ്ങനെ പൊട്ടിച്ചേച്ച് വളംപുളി പിഴിഞ്ഞതും ചേർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ കപ്പ മാറി നിൽക്കും. ചമ്മന്തി കഴിക്കുവോളാം. കുഞ്ഞോനൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ദിവസം പല പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ഇപ്പൊ അപ്പ എന്നോട് പറഞ്ഞാൽ കപ്പ ഒഴുകുമ്പോ ഈ ചമ്മന്തി മതിയെന്ന്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും, ബേബിച്ചാച്ചന്റെ കാര്യം അല്ലെങ്കിലും ഓർക്കും, എപ്പോഴും ഓർക്കും ഇത് ഉണ്ടാക്കുമ്പോ. അപ്പൊ ഇന്ന് ഞങ്ങള് കാന്താരിക്ക് പകരം പച്ചമുളക് ചേർത്താ ചമ്മന്തി തയ്യാറാക്കണേ. അതിന് വേറൊരു കാര്യമുണ്ട്, കാന്താരിയുടെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് എല്ലാം ഇനി ശുഷ്കിച്ച് നിൽക്കുക. ഇനിയിപ്പൊ മഴ പെയ്തതുകൊണ്ട് അപ്പൊ വളം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഗ്രോ ചെയ്ത് വന്നം. കാന്താരിയുടെ പടം സമയമുള്ളപ്പോ പറമ്പിൽ നിൽക്കണം, ഒന്ന് പിടിച്ചോട്ടോ. ചിലതിൽ വളം ഇട്ടതിന്റെ മുന്നോടിയായിട്ട് പൂ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി തണുവായില്ല, എത്ര വെള്ളം ഒഴിച്ചാലും മറ്റേ വേനക്ക് ഡ്രൈ ആയി നിൽക്കുമല്ലേ. അപ്പൊ അത് കാരണം ഇനിയിപ്പൊ പച്ചമുളക് കൊണ്ട് തൽക്കാലം നമുക്ക് ചെയ്യാം. അപ്പൊ ചോറിൽ ഒഴിച്ചെടുക്കാനാട്ടോ, വേറെ ഒഴിച്ചുകറി ഇന്നില്ല. ആദ്യം ഈ ഇടുകല്ലേല് ഒന്ന് ചതക്കണം. ഇങ്ങനെ പൊട്ടിച്ച് ചതയ്ക്കാനിട്ട് പെട്ടെന്നാകും. ഞാൻ 2 മാറ്റിയതാട്ടോ, ഒത്തിരി വേണ്ടല്ലോ നോർത്ത്. അപ്പയ്ക്ക് പക്ഷെ ചെറിയൊരു ഹരം വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പ. എന്നോട് ചോദിച്ചു ബേബിച്ചേട്ടന്റെ പരിപാടി ചെയ്യാനാണോ എന്ന് പറഞ്ഞു തന്നെ. അതേന്ന് പറഞ്ഞു, കാന്താരി അല്ലാന്ന് പറഞ്ഞു, പകരം ഇതാന്ന് പറഞ്ഞു. ഗ്രീൻ ചില്ലി. നമുക്ക് എരിവ് കൂടുതലാന്ന് കാണുവാണെങ്കിലേ അതനുസരിച്ച് വാളംപുളിയും ചേർത്ത് കൊടുക്കാം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാം, വെളിച്ചെണ്ണ. അപ്പം പിന്നെ കുറച്ചൊന്ന് മൈൽഡായി പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ഉള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി. ഇത്തവണ കിട്ടിയ ചുവന്നുള്ളി മുഴുത്തതാട്ടോ, അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പം.
പുള്ളി ഇടുവാണേ. ഈ മുളക് ഇടുമ്പോഴേ കൈ വളരെ ശ്രദ്ധിക്കും. ഈ മുളക് ചേർത്ത് കഴിഞ്ഞ് പിന്നെ കൈയിട്ട് കാണിക്കരുത്. എന്നാന്ന് വെച്ചാൽ എരിവ് കയ്യിലേക്ക് അറിയാതെ എങ്ങനെ മുഖത്ത് എവിടെയെങ്കിലും തൂത്താ പിന്നെ ജന്മം പോയി കിട്ടും. ജന്മം പോകും. അയ്യോ, ഇതേ ഇച്ചിരി ഇങ്ങനെ കൊന്നുപോലെ കിടക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ചോറിലെ രീതി, ചാലിക്കാൻ വേണ്ടി. അതുകൊണ്ട് ശരിക്കും ഇതായിട്ട് പ്രസ് ചെയ്ത് ചെയ്യാതിരുന്നു. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിട്ടോ. ഉപ്പ് നീര് തിളയ്ക്കേണ്ടവർക്ക് നീര് തിളയ്ക്കാം കേട്ടോ. പിന്നെ ദേ ഇതാണ് മെയിൻ താരം, വാളംപുളി വെള്ളത്തിലിട്ട് ഞരടിയത്. സിറപ്പാട്ടോ ഒഴിക്കേണ്ടതേ. കയ്യിലരിച്ചെടുക്കാം. ഇത് കാണുമ്പോ തന്നെ വായിന്ന് വെള്ളം വന്നുണ്ട്. പുളി ഇത് ഉണ്ടാക്കി കുറച്ചു നേരം ഇരിക്കണം. ഈ എരിവിലേക്ക് ഇറങ്ങണ്ടേ. അതാ ഇനി എന്നാന്നറിയോ ചെയ്യേണ്ടതാ, ചെറു ചൂടുവെള്ളം ഒഴിക്കണം. ഈ ചാർന്ന് നമുക്ക് ഒഴിക്കാം. ഫ്ലാസ്കിലുണ്ട് വെള്ളം എടുത്തോണ്ട് വരാം. ചൂടുവെള്ളം ഒഴിക്കുവാണേ, ചെറു ചൂടുവെള്ളം. ഇനി ഇറങ്ങി പിടിക്കണം. ഇത് എന്തിനാന്നറിയോ, വെള്ളം ഒഴിക്കാൻ അറിയാലോ, ചാറിന് വേണ്ടി. ചോറ് ഉണ്ണാനൊന്നും ചാറുകറി ഇല്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പരിപാടിയാട്ടോ. നോക്കട്ടെ കേട്ടോ. നല്ല പുളി. ഇച്ചിരി ഇരുന്ന് ഇറങ്ങുമ്പോ ശരിയായിക്കോളും. എന്തായാലും ശരിയാവും. അതാ നമ്മള് നേരത്തെ തന്നെ അത് ഉണ്ടാക്കിയത്. 11 മണിയല്ലേ ആയുള്ളൂ. 11 ആയുള്ളൂ. ആ വെളിച്ചെണ്ണ ഇന്നിങ്ങെത്തോട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചേക്കാട്ടോ. അതെ, മുളക് കുത്തല് മാറാനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണേ. അപ്പൊ നീ പറഞ്ഞ പോലെ ഉണ്ണാറാകുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. ഞാൻ കറണ്ട് വന്നടി. മതി. നമുക്ക് മൂടി അവിടെ വെക്കാം. അവനങ്ങനെ ഉറക്കട്ടെ അല്ലേ. റെസ്റ്റ് ഇൻ പീസ്. റെസ്റ്റ് ഇൻ പീസ് തന്നെയുള്ള സാധനങ്ങളാണ്. നോക്കിക്കേ. അല്ല വേണ്ട, വൈകുന്നേരം വെക്കണമെന്ന് സംശയം. ഇത് മാറ്റി ഒരപ്പരയായിട്ട് കൊണ്ടുപോകും. ഒരപ്പരയായിട്ട് കൊടുക്കും. ചിലപ്പോൾ ഇത് വൃത്തികേടായില്ലേ. എന്നിട്ട് അവിടെ ഉണുമുറിയിൽ ഒരെണ്ണം ഇടും. എനിക്കിരിക്കാം. 2 ഉണുമുറിയിൽ അരിയില, 1 നിന്റെ മുറിയിൽ. 2 തീരെ മോശമായി. അത് ചിലപ്പോൾ ആക്രിക്ക് കൊടുക്കും. ഊണുമറിയിലെ കസേരയൊക്കെ നമ്മൾ മാറ്റുവാട്ടോ. അതിന്റെ കാര്യങ്ങളപ്പം അമ്മ പറഞ്ഞേ. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് കാണാം. ഓർഡർ കൊടുത്തിട്ടുണ്ട് ഫർണിച്ചർ ഷോപ്പിൽ. അതെ, അന്നേരം ഇവിടുത്തെ കസേരകൾക്കൊക്കെ മാറ്റം വരും. 2 വീക്സ്. ഇപ്പൊ എന്നാ ഇവിടെ ഇങ്ങനെ നിക്കണേ? അപ്പൊ ഇനി വന്നിട്ട് വന്നില്ലല്ലോ. സാധനങ്ങൾ മേടിക്കാൻ നിക്കണതാ. നീ കരിഞ്ഞു പോകുമെന്നിരിക്കണം. പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ? 1 by 1 ആയിട്ടോ. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയോ? 1/2 കിലോ 1 കിലോ ഒക്കെ മതിയാവും. മീനുണ്ടോ? മീനുണ്ട്. എന്നാ മീനാ? വെളാമീൻ കിട്ടി. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആസ്വാദ്യത. ചായ ഇതിനകത്ത അപ്പ ഫോണിലാട്ടോ, അതുകൊണ്ട് അപ്പൊ സംസാരിക്കാത്ത. നിങ്ങൾ കണ്ടല്ലോ, ഫോൺ വിളിച്ചോണ്ട് നടപ്പുണ്ട്. ഇതെന്നാക്കിയാ പോലും റോയലിന് ഏതാണ്ടൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു വിട്ടോ. വളയം. വളയം അപ്പൊ കൊറേ നാളായിട്ട് ഇവിടെ കാണാറില്ലായിരുന്നു. ഇത് പച്ചക്കായാണ്. പച്ചപ്പഴം. ഇതിനെപ്പറ്റി അപ്പൊ കുറച്ചു നേരം പറഞ്ഞല്ലേ, പഴുപ്പ് കറക്റ്റ് ആണോന്ന്. ഇതേ അമ്മയുടെ പുതിയ നൈറ്റ് തയ്പ്പിച്ചത് അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പക്ഷെ നിങ്ങൾ ഇതിട്ടിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. നല്ല നൈറ്റ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ താരമായ നമ്മുടെ സ്പെഷ്യലായിട്ട് പുളി വായിന്ന് ഇപ്പൊ വെള്ളം വീഴിട്ടേച്ച് നടക്കൊഴിക്കാട്ടോ. ചലിക്കാൻ ഇപ്പൊ വെള്ളം വീഴും വായിന്ന്. ചോറിലേക്ക് വീഴാൻ ഒഴിക്കട്ടെ. ഇത് അപ്പയുടെയാ. വായിന്ന് ഇപ്പൊ വെള്ളം വീഴൂട്ടോ. ഇത്ര ഒഴിച്ചാൽ പോരെ. അപ്പയ്ക്ക് അധികം ഒഴിച്ചാൽ ചിലപ്പോ പുളിയുള്ളത് കൊണ്ട്. അതെ, പിന്നെ ഉപ്പ് ചേർക്കണം.
അപ്പം നമുക്ക് ഈ ഉള്ളിയും മുളകും കൂട്ടി ഒരു ഇച്ചിരി ചോറുണ്ടാം. ഞാൻ ചോറല്ല കേട്ടോ ഉണ്ണണം, അപ്പയുടെ ചോറാണ് ഞാൻ എടുക്കണേ. ഞാൻ ഉണ്ണണത് ഓട്സാണ്. അപ്പം ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോറിൽ തന്നെ കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ഇച്ചിരി മോഷ്ടിക്കാമെന്ന് വിചാരിച്ചത്. ഇച്ചിരി ഇതങ്ങ് കൂട്ടി കുഴച്ചങ്ങ് എടുക്കണം. ആഹാ, ഇത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ നാവിലെ രുചി മുകളങ്ങൾ ഉണർത്താൻ പറ്റുന്ന കിടില സാന. ഇത് മാത്രം മതി കേട്ടോ, വേറെ ഈ കറികളൊന്നും വേണ്ട. എന്തൊക്കെ ഉണ്ടെങ്കിൽ ലാവിഷാണ്. ഇച്ചിരി കടച്ചക്ക അങ്ങനെ നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. അതെ, ഇങ്ങനെ അങ്ങ് എടുക്കാം. സൂപ്പറാ. എല്ലാവരും ഉണ്ടാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമായിരിക്കും, ഉണ്ടാക്കുന്നവരാണെങ്കിൽ വീണ്ടും ഉണ്ടാക്കുക. ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്യാം. ഇറ്റ്സ് എ വെരി യമ്മി ഡിഷ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടല്ലോ, അത് ശരിക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ചങ്ങ് കുഴച്ച് കഴിക്കണതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ഞാൻ ചോറിന് പകരം ഓട്സ് കഞ്ഞി എടുത്തത് കാരണം ഈ ഉള്ളിമുളകും കറി അത്രയ്ക്ക് അങ്ങോട്ട് ഓട്സ് കഞ്ഞിയുടെ കൂടെ അങ്ങ് ബ്ലെൻഡായി ചേർന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഓരോ കറിക്കും ഓരോ കോമ്പിനേഷൻസ് ഉണ്ടാവുമല്ലോ. ഈ ഒരു കറി ശരിക്കും ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. ഓട്സ് കഞ്ഞിയുടെ കൂടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. നല്ലായിരുന്നു കേട്ടോ, മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ കോമ്പിനേഷൻ ഓട്സ് കഞ്ഞിയുടെ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. എങ്കിലും നല്ലായിരുന്നു. പിന്നെ കടച്ചക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ, ലാവിഷായിരുന്നു. വേണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉച്ച സമയത്തല്ലേ കാണുന്നത്. വേഗം പോയി ചോറുണ്ടോ കേട്ടോ.